ലൈനിങ് തുണി ടോപ്പ് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് കഴുത്ത് പിടിപ്പിക്കുന്നു. അതിനുശേഷം ഈ പീസ് വെട്ടിക്കളഞ്ഞിട്ട് ലൈനിങ് മറിച്ചെടുത്ത് ക്ലോസ് ചെയ്യാം. ഇപ്പം കഴുത്ത് വേറെ പിടിപ്പിക്കേണ്ട കാര്യമില്ല, പൈപ്പിംഗ് വേറെ പിടിപ്പിക്കേണ്ട. ഇത് കട്ട് ചെയ്തിട്ട് ഇത് തയ്ച്ചിട്ട് മറിച്ചെടുക്കാം. കൈ തയ്ക്കാനായിട്ട് ഒരു 10 ഇഞ്ച് വീതി 11 ഇഞ്ച് ഇറക്കത്തിലുള്ള പീസ് കെട്ടിയാണ് 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് ഇടുന്നു. അപ്പം നീളം 12 ഇഞ്ച് വീതി 10 ഇഞ്ചിൽ കൈ വെട്ടിയെടുക്കും. ഇവിടെ 3 ഇഞ്ചിൽ മിഡിലൊരു ഇഞ്ച് അകലത്തിൽ ഒരു പോയിന്റ് കണ്ടുപിടിച്ച് ആ പോയിന്റിൽ ജോയിൻ ചെയ്തിട്ട് ചരിച്ച് കിട്ടുന്നു. കൈ ഇവിടെ 7 ഇഞ്ച് രീതിയിൽ ഷേപ്പ് ചെയ്യുന്നു. ഇത് സ്ലീവിൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് ബാക്കി. ഇപ്പോൾ 1/2 ഇഞ്ച് കുഴിച്ച് കിട്ടും ഫ്രണ്ട് സൈഡ്. മിഡിൽ പോയിന്റിൽ കട്ട് ചെയ്തിട്ട് 1/2 ഇഞ്ച് കുഴിച്ച് കിട്ടും. ഈ സ്ലീവിനുള്ള തുണി ലൈനിങ് തുണി കട്ട് ചെയ്ത് വെച്ചു. 10 ഇഞ്ച് വീതി 12 ഇഞ്ച് ലെങ്ത്. ഇത് ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ ലൈനിങ്ങിനുള്ള തുണിയാണ്. 98 സെൻറ്റിമീറ്റർ ഉണ്ട്. 2 മീറ്റർ ഇല്ല, 2 മീറ്റർ ഇല്ല ലൈനിങ് തുണി. ഇത് ഈ ബോട്ടം പാർട്ടിൻ്റെ സ്കേർട്ട് പാർട്ട്. ഇത് 70 സെൻറ്റിമീറ്റർ ഉണ്ട്. 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 280 സെൻറ്റിമീറ്റർ, അതായത് 2.5 മിച്ചം തുണിയുണ്ട്. 2.5 മീറ്റർ മിച്ചം തുണിയുണ്ട്. ഇത് പ്ലേറ്റ് പിടിപ്പിക്കണം, ബോക്സ് പ്ലേറ്റ് പിടിപ്പിക്കണം. 1 ഇഞ്ച് വീതിയിൽ കംപ്ലീറ്റ് ബോക്സ് പ്ലേറ്റ് പിടിപ്പിച്ച് 10 ഇഞ്ച് താഴെ വരെ ബോക്സ് പ്ലേറ്റ് തയ്ച്ചു. ബാക്കി ഫ്രീ ആയിട്ടുള്ളത്. അങ്ങനെ 1 ഇഞ്ച് അകലത്തിൽ പ്ലേറ്റ് പിടിപ്പിക്കുന്നു. 2 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്തു ഈ തുണി നീളം. എന്നിട്ട് ഈ 2 പോയിന്റ് തമ്മിൽ പിടിച്ചിട്ട് അടിക്കുന്നു. അരവണ്ണം 40 വേണം. അതുകൊണ്ട് ഒരു സൈഡ് 20 ഇഞ്ച് വരത്തക്ക രീതിയിൽ പ്ലീറ്റ് എടുത്ത് 10 ഇഞ്ച് താഴെ വെച്ചതിൽ 1 ഇഞ്ച് മടക്കി പ്ലീറ്റ് തയ്ച്ചു. ഇനി ഇതിൽ ടോപ്പ് വെച്ച് പിടിപ്പിക്കണം, ബ്ലൗസ് പാർട്ട്സ് വെച്ച് പിടിപ്പിക്കണം, കൈ പിടിപ്പിക്കണം. ഈ ലൈനിങ് തുണി ഈ സ്കേർട്ടിൻ്റെ അകത്ത് പിടിപ്പിക്കുന്നു. ലെങ്ത് വൈസിൽ പിടിപ്പിക്കുന്നു. എക്സ്ട്രാ വരുന്നത് പ്ലീറ്റായിട്ട് അടിക്കും. എക്സസ് ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലീറ്റ് ഇട്ട് ഈ ലൈനിങ് സ്കേർട്ട് ഭാഗത്ത് പിടിപ്പിച്ചു. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് ലൈനിങ് വെച്ചടിച്ച് മറിച്ചെടുത്ത് ഈ കൈക്കുഴി ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഈ ഫ്രണ്ടും ബാക്കും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ പിടിപ്പിക്കുന്നു. ഷോൾഡർ പിടിപ്പിച്ചിട്ട് ബോട്ടം പീസ് അറ്റാച്ച് ചെയ്യാം. ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചു. തയ്യൽ പുറത്ത് കാണാത്ത രീതിയിൽ
ഷോൾഡർ പിടിപ്പിച്ചേക്കുന്നു. ഇനി ബോട്ടം ഇതിൽ അറ്റാച്ച് ചെയ്യണം. ബോട്ടത്തിൻ്റെ ആദ്യം ലൈനിങ് പിടിപ്പിക്കണം. അതിനുശേഷം ടോപ്പ് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ബോട്ടം പാർട്ടിൽ ലൈനിങ് പിടിപ്പിച്ചു. ഇനി ബോട്ടവും ടോപ്പും ജോയിൻ ചെയ്യുന്നു. 21 ഇഞ്ച് വണ്ണത്തിൽ ഇത് ജോയിൻ ചെയ്യുന്നു. ടോപ്പോട്ടും ലോപ്പോട്ടും പിടിച്ച് ഈ സൈഡ് അടിച്ച് പിടിപ്പിക്കാനുണ്ട്, കൈ പിടിപ്പിക്കാനുണ്ട്, ഇതൊന്നുകൂടെ അടിക്കാനുണ്ട്. ചുരിദാറിൻ്റെ പകുതി പിടിക്കണം. അടിയിൽ മടക്കിയേക്കാം. സ്ലീവ് രണ്ട് സൈഡിലും ലൈനിങ് വെച്ചടിച്ച് മറിച്ചെടുത്തു. അതോടൊപ്പം തന്നെ 3 സ്റ്റിച്ച് ചെയ്തു. അടിയുന്നു രണ്ട് സൈഡിലും ഒരു ലോങ് സ്റ്റിച്ചും 2 ഷോർട്ട് സ്റ്റിച്ചും ഒരു പശ ഉണ്ടാക്കി. ഇനി കൈ പിടിപ്പിക്കുന്നു. സ്ലീവ് പിടിപ്പിച്ച് ഫുൾ ലെങ്ത് ബോക്സ് പ്ലേറ്റ് ചുരിദാർ ടോപ്പ് റെഡിയായി വിത്ത് സ്ലീവ്.